ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ഹെയർ ഫോളിന് ഇന്നലെയോ മിഞ്ഞാന്നോ ഉള്ള ഒരു പനി ആയിരിക്കില്ല മേ ബി റീസൺ. ഡിഫ്യൂസ് ഹെയർ ഫോൾ ആയിട്ട് വരുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു 2, 3, 4 മാസം മുന്നേ ഒരു ട്രോമ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാറുണ്ട്. ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ ജോണ്ടിസ്, ടൈഫോയിഡ് ഫീവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇവർക്ക് വരുന്ന ട്രോമയിൽ നിന്ന് അവർ മൊത്തമായിട്ട് ബാക്കപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അവർ ടോട്ടലി ഹെൽത്തി ആയിട്ട് ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ടാവില്ല. ഈവൻ ഇഫ് അവര് ആവശ്യത്തിന് ന്യൂട്രീഷൻ ഉള്ള ഭക്ഷണം കഴിച്ചാൽ പോലും അവരുടെ ദഹനം ശരിയില്ലെങ്കിൽ അതിന്റെ ദഹനവും മെറ്റബോളിസവും ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട് എത്തേണ്ടയിടത്തൊന്നും ഇത് എത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഹെയർ ഫോൾ കേസിൽ മെഡിസിൻ കൊടുക്കേണ്ടതായിട്ട്, ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുക്കുമ്പോൾ 1 2 ആഴ്ച മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഹെയർ ഫോൾ കൺട്രോളിലായി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ഹെയർ ഫോളിന് ഇന്നലെയോ മിഞ്ഞാന്നോ ഉള്ള ഒരു പനി ആയിരിക്കില്ല മേ ബി റീസൺ. മേ ബി 2 to 3 months ബാക്ക് ഉള്ള ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ടാവാം.